everyone. So ഇന്ന് ഞങ്ങൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പുതിയ ഒരു ഷോറൂം ഓസ്ട്രേലിയയിൽ മെൽബൺ സിറ്റിയിലല്ല മെൽബണിൽ തുറന്നിട്ടുണ്ട്. അപ്പം അത് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി പള്ളിയിലത്തെ കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇത് സ്പോൺസർഡ് വീഡിയോ ഒന്നുമല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഇൻഫോം ചെയ്താണ് ഇവിടെ ഒരു നമ്മുടെ നാട്ടിലൊരു സ്വർണ്ണക്കട തുറന്നിട്ടുണ്ട് എന്നുള്ളത്. സോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമ്മൾ ഷോപ്പിംഗ് സെൻറ്ററിൽ എത്തി. അതിമനോഹരമായ ഒരു ആർക്കിടെക്റ്റാണ് ഇത്. വെസ്റ്റ് ഫീൽഡിൻ്റെ തന്നെ ഫൗണ്ടെയിൻ ഗേറ്റ് എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് സെൻറ്ററാണ്. നാരോ വാവ് എന്ന് പറയുന്നൊരു സ്ഥലമാണിത്. നമ്മൾ ഏകദേശം ആ കാർ പാർക്കിലേക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പോട്ട് ഇനി കണ്ടുപിടിക്കണം. ഇതാണ് ആ ബിൽഡിങ്. വളരെ മനോഹരമായ ആർക്കിടെക്റ്റാണ്. നല്ല പച്ചപ്പായിട്ട് ആ ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്തിരിക്കുന്നതാണ്. നല്ല ഭംഗിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. കാര്യം സ്വർണ്ണക്കടയെന്ന് പറയുമ്പം ആദ്യം പോകുന്നത് ലേഡീസ് ആയിരിക്കും. സാധാരണ സ്ലോ ആണെന്നുണ്ടെങ്കിലും സ്വർണ്ണക്കട കാണുമ്പം വളരെ ഫാസ്റ്റായിട്ടാണ് യാത്ര. അപ്പം പതിവ് പോലെ തന്നെ അവർ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഷോറൂമാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഷോറൂം. നല്ല ഭംഗിയായിട്ട് ഷോറൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് സ്വർണ്ണത്തിനെ കുറിച്ച് അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല. റോസ് ഗോൾഡ് ഉണ്ട്, വൈറ്റ് ഗോൾഡ് ഉണ്ട്, പ്ലാറ്റിനം ഉണ്ട്, ഡയമണ്ട്സ് ഉണ്ട്. വെറൈറ്റി ആയിട്ടുള്ള പല പല കാറ്റഗറീസ്, അതായത് ഡിസൈൻ. ഞാൻ നാട്ടിലും സ്വർണ്ണക്കടയിൽ പോയിട്ടുണ്ട്. ഇവിടെയും അതിമനോഹരമായ ഡിസൈൻസ് അവർ കളക്ഷൻസ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഷോറൂം. അപ്പം ഈ ഷോറൂം ഉള്ളത് നാരോ വാരനിൽ വെസ്റ്റ് ഫീൽഡ് ഫൗണ്ടെയിൻ ഗേറ്റ് എന്ന് പറയുന്ന ഷോപ്പിംഗ് സെൻറ്ററിലാണ്. സ്വർണ്ണം താല്പര്യമുള്ളവർക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഉള്ളൊരു ഷോപ്പ് ഇവിടെ ഉണ്ട് എന്ന് ജസ്റ്റ് അറിയിക്കാൻ വേണ്ടിയാണ്. നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു സ്കാൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് 1-to-1 ഒരു റീറ്റെയിൽ സ്റ്റാഫിനെ നമുക്ക് അവർ അറേഞ്ച് ചെയ്ത് തരും. അതുപോലെ തന്നെ ഒരാളായിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങാമെന്നുള്ള ഒരു സൗകര്യമാണ്.
നമ്മളൊരു ഡയമണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ മലബാർ ഗോൾഡിൻ്റെ തന്നെ സർട്ടിഫിക്കറ്റ് ഡിജിറ്റലായിട്ടും പേപ്പറായിട്ടും അവർ നമുക്ക് തരും. അത് 100% വാല്യൂ, അതായത് നമ്മൾ തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് എമൗണ്ട് നമുക്ക് തിരിച്ച് ലഭിക്കത്തക്ക രീതിയിലാണ് ആ സർട്ടിഫിക്കറ്റ് വാലിഡേറ്റ് ചെയ്ത് നമുക്ക് തരുന്നത്. അങ്ങനെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ വെസ്റ്റ് ഫീൽഡ് ഷോപ്പിംഗ് സെൻറ്ററിലുള്ള ഷോറൂം കണ്ടു കഴിഞ്ഞു. അതിമനോഹരമായൊരു ഷോറൂമാണ്. വൈവിധ്യമാർന്ന പല പല ഓർണമെൻറ്റ്സ് അവരോട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പുതിയൊരു ഷോപ്പിംഗ് സെൻറ്ററിൽ 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഏരിയയിലേക്ക് വരുന്നത്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോകുമെന്ന് കരുതി. ഇവിടെ സുഷി, ജാപ്പനീസ് സുഷിയുടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള പ്ലേറ്റുകൾ ചൂസ് ചെയ്ത് നമ്മൾ ഇഷ്ടാനുസരണം എടുത്ത് കഴിക്കുന്ന ഒരു രീതിയാണ്. ആ ഓരോ പ്ലേറ്റിനും ഓരോ കളറാണ്. ആ കളറിനാണ് അവർ ചാർജ് ചെയ്യണത്. റെഡ് പ്ലേറ്റ് ഉണ്ട്, ഗ്രീൻ പ്ലേറ്റ് ഉണ്ട്, ഗോൾഡ് പ്ലേറ്റ് ഉണ്ട്, യെല്ലോ പ്ലേറ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പ്ലേറ്റ് എടുത്ത് കഴിച്ച് അത് കഴിയുമ്പോൾ പ്ലേറ്റ് കൗണ്ട് ചെയ്തവർ നമുക്ക് ബില്ല് തരും. കൂടുതലും ജാപ്പനീസ് സുഷി കഴിച്ചുള്ളവർക്കറിയാം സീ ഫുഡാണ് മെയിൻ കുസീൻ. വളരെ ടേസ്റ്റിയാണ്. എനിക്കും പിള്ളേർക്കും വളരെ ഇഷ്ടമാണ്. അപ്പം എന്തായാലും അത് കഴിഞ്ഞിട്ട് ഈ ആഴ്ചയ്ക്കുള്ള മീൻ ഇവിടെ ഫിഷ് മാർക്കറ്റ് കണ്ടായിരുന്നു. അപ്പം മീൻ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ഉദ്ദേശമാണ്. അങ്ങനെ ജാപ്പനീസ് സുഷി കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ മീനും വാങ്ങിച്ചു. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.